അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ടാണ് നടക്കുക. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. അവിടെ നിന്ന് മൃതദേഹം നേരെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. പൊതുദർശനം ഒഴിവാക്കണം എന്നത് MDയുടെ ആഗ്രഹമാണ്. അതുപ്രകാരമാണ് പുറത്ത് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഇല്ലാത്തത്. ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരം തനിക്ക് വേണ്ട എന്ന് MD പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രകടിപ്പിച്ച വികാരത്തിനനുസരിച്ച് കുടുംബവും നിൽക്കും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് 7 മണിയോടെ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് കരുതുന്നത്. അല്പസമയം മുൻപാണ് മോഹൻലാൽ MDയുടെ വസതിയിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയത്. MD അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തു. വലിയ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം അക്ഷരപുണ്യത്തെ അങ്ങനെ ഓർത്തെടുത്തതിന് ശേഷം അവിടെ നിന്നിപ്പോൾ മടങ്ങിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് കൂടിയും ചേരുന്നുണ്ട്. നിഖിൽ, വലിയ നഷ്ടമെന്നൊക്കെ കേവലം പറയുക മാത്രമല്ല, മറിച്ച് മലയാളി അതറിയുന്ന നിമിഷങ്ങളാണല്ലോ കടന്നു പോകുന്ന നിഖിൽ. തീർച്ചയായിട്ടും ഉന്മേഷ്, ഇപ്പോൾ വിപിൻ ഒരു കവിത പോലെ MTയെ ഓർത്തെടുക്കുന്നത് കേൾക്കുകയായിരുന്നു. വിപിൻ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ MTയെ മലയാളികൾ ഇനിയും അദ്ദേഹത്തെ അത്രമേൽ ആഴത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത മലയാളികൾ കൂടുതൽ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഒരു യുഗാന്ത്യം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന് മുൻപും അദ്ദേഹത്തിന് ശേഷവും മലയാള സാഹിത്യം എന്ന തരത്തിൽ ഒരുപക്ഷെ MTയെ വായിക്കാൻ പോവുകയായിരിക്കും മലയാളികൾ. അത്തരത്തിലുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള ക്ലാസിക്കുകൾ, അതിൻ്റെ നഷ്ടം അത് എത്രത്തോളമാണ് എന്ന് മലയാളി ഒരുപക്ഷെ തിരിച്ചറിയാൻ പോകുന്ന കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അത് കാലാനുവർത്തിയായി തന്നെ അത് നിലകൊള്ളുക തന്നെ ചെയ്യും. അതാണല്ലോ എഴുത്തുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതിന്. അത് വർഷങ്ങളോളം, കാലങ്ങളോളം, പതിറ്റാണ്ടുകളോളം അതങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവശേഷിപ്പിക്കുന്ന എഴുത്തുകൾ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നൽകിക്കൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക കേരളം. നാട്, കുടുംബം എല്ലാം എൻ്റെ പുറകിൽ കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ കൂടുതലായി ആളുകൾ ഇവിടേക്ക് ചെയ്തപ്പോൾ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നിരിക്കെ പോലും തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വസതിയിലേക്ക് ആളുകൾ എത്തിച്ചേരുകയാണ്. ഒരുപാടധികം സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഒക്കെ എത്തിച്ചേർന്ന, നടന്മാർ ഒക്കെ എത്തിയ ഒരു വസതിയാണ്. ഒരുപാടധികം ചർച്ചകൾക്കുമൊക്കെ പശ്ചാത്തലമായിട്ടുള്ള ഒരു ഇടമാണ്. MTയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച എഴുത്തുകൾ പുറത്തു വന്നിട്ടുള്ളത് നിളാതീരത്തെ കൂടല്ലൂരിലെ വസതിക്ക് സമീപത്ത് നിന്നും അദ്ദേഹം എഴുതാൻ തിരഞ്ഞെടുത്തിരുന്ന നിളാതീരമൊക്കെ അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ അതിനുശേഷം ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നല്ല എഴുത്തുകൾ പിറന്നിട്ടുള്ള ഒരു വീട്, ഒരു ഇടം കൂടിയാണ് എൻ്റെ പുറകിൽ കാണുന്ന വസതി. അവിടേക്ക് ഈ അവസാനമായി അദ്ദേഹം എത്തിച്ചേരുമ്പോൾ അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരികമായ ഒരു മുഹൂർത്തമാണത്. അത് ഇന്നലെ രാത്രി മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം 6 സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ, ഡോക്യുമെൻ്ററികളും എല്ലാം അടക്കം. അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നത് കൂടുതൽ സിനിമകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് എഴുത്തുകളിലൂടെയാണെങ്കിലും അതോടൊപ്പം തന്നെ കവി, അദ്ദേഹം ഒരു രചയിതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ താല്പര്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് കവികളോട്, അതായത് പാട്ടെഴുതുന്ന ആളുകളോട് അദ്ദേഹത്തിന് വലിയ അസൂയായിരുന്നു. അദ്ദേഹം തുടങ്ങിയത് തന്നെ അത്തരത്തിലാണെങ്കിൽ കൂടിയും പാട്ടെഴുത്തിൽ നന്നായി പാട്ടെഴുതുന്ന ആളുകളോട് എനിക്ക് വലിയ അസൂയ തോന്നാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളിലും ഒരു കവിത്വം ഉണ്ടായിരുന്നു. എന്നിരിക്കെ പോലും തന്നിലെ കവി അത്രമേൽ ചെറിയൊരു കവിയാണ് എന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിയുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അതിന് യാതൊരു തരത്തിലുള്ള മടിയും കാണിച്ചിരുന്നില്ല. ഈ മഹാനുഭാവൻ എന്ന് ആലോചിക്കുമ്പോഴാണ് അല്പമെങ്കിലും ചെറുതായെങ്കിലും എഴുതി തുടങ്ങുന്ന ആളുകൾ പോലും വലിയ ഘമ കാണിക്കുന്ന കാലത്തെ എത്ര ചെറുതായിരുന്നു നമ്മളെന്ന് ഓർത്തെടുക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകളിലൂടെയായിരിക്കും, അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുള്ള വാക്കുകളിലൂടെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ സിനിമകൾ MTയുടേതായി പുറത്തു വന്നിട്ടുള്ള എഴുത്തുകളിലൂടെയും മറ്റുമൊക്കെ പുറത്തു വന്നിട്ടുള്ള സിനിമകൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇപ്പം സുഹൃതവും, സഥയും, പഞ്ചാഗ്നിയും, പരിണയവും, വൈശാലിയും, ഉയരങ്ങളിലും, വടക്കൻ വീരഗാഥയും എന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ പിറന്നിട്ടുള്ള സിനിമകൾ, അതിൻ്റെ 2ാം ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ട്. ഞാൻ സംവിധായകൻ ലാൽ ജോസിൻ്റെ ഒരു അഭിമുഖത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നീലത്താമര എന്ന സിനിമ അദ്ദേഹം റീമേക്ക് ചെയ്യാൻ വേണ്ടി ലാൽ ജോസ് താല്പര്യപ്പെട്ടപ്പോൾ MTയെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ നീലത്താമര കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ലാൽ ജോസ് പറഞ്ഞു ഇല്ല. അല്പം പേടിച്ചിട്ടാണ് പറയുന്നത്, അല്പം ആശങ്കയോട് കൂടിയിട്ടാണ് പറയുന്നത്. കാരണം ഇത്ര വലിയൊരു മനുഷ്യനോടാണ് അദ്ദേഹത്തിൻ്റെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ഇതും കൂടാതെ, ഒരു മടിയും കൂടാതെ, അല്ലെങ്കിൽ ഒരു ആശങ്കയില്ലാതെ വാത്സല്യത്തോടു കൂടി തന്നെ പറഞ്ഞു, കണ്ടിട്ടില്ലെങ്കിൽ ഇനി കാണണ്ട,
കാരണം ഒരു പുതിയ ഫ്രഷ് ടച്ചോട് കൂടി ഒരു സിനിമയെ സമീപിക്കാൻ കഴിയും. അങ്ങനെ സംവിധായകർക്ക് വളരെ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന, എഴുത്തുകാർക്ക് അഭിനേതാക്കൾക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ പ്രതിഭ, ആ പ്രതിഭയാണ് ആ യുഗമാണ് അവസാനിക്കുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MTക്ക് മുൻപും MTക്ക് ശേഷവും എന്നൊരു കാലത്തെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കാണ് മലയാളി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിട നൽകുക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരികവും വിഷമകരവുമായിട്ടുള്ളൊരു സാഹചര്യമായിരിക്കും. ഒരുപക്ഷെ അവരുടെ വീട്ടിലെ ഒരംഗം വിട പറഞ്ഞു പോകുന്ന അതേ വേദനയായിരിക്കും മലയാളിക്ക്, ഈ എഴുത്തും ഭാഷയും ഒക്കെ സ്നേഹിക്കുന്ന മലയാളിക്ക് ഉണ്ടാകുന്ന വേദന. അത് നമ്മൾ അല്പസമയം മുൻപ് നടൻ മോഹൻലാലിൻ്റെ പ്രതികരണത്തിലൂടെ നമ്മൾ കണ്ടതുമാണ്. എങ്ങനെയാണ് മോഹൻലാൽ MT അനുസ്മരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇവിടെ എത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ആദ്യം തന്നെ ചോദിച്ചത് ഞാൻ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലെ വളരെ നന്നായി വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പറയാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ അത് അത്രമേൽ MTയുമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുന്നത്. എന്തായാലും MTക്ക് വിട നൽകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഈ സാംസ്കാരിക നഗരി, ഈ നാട്. അല്പസമയത്തിനകം തന്നെ, ഇപ്പോൾ നേരം പുലർന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇവിടേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അത് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ഉറപ്പുമാണ്. MTക്ക് ഈ നഗരം വിട നൽകുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർക്ക്, ഇപ്പോൾ എഴുത്തിനെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഇവിടേക്ക് എത്തിച്ചേർന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാതിരിക്കാനാവുക. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുകയാണ് പോലീസ് അടക്കം. കാരണം അത്രയധികം ആളുകൾ എത്തിച്ചേരുമ്പോൾ വൈകിട്ട് 4 മണി വരെയാണ് സമയമുള്ളത്. 4 മണിക്ക് ശേഷം മാവൂർ ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ നമ്മളിവിടെ എത്തി ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ ഇനിയിപ്പോൾ അത്തരം എഴുത്തുകൾ ഇനി വരാനില്ലല്ലോ അങ്ങനെ ഒരു കൃതി എന്നുള്ള വേദനയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുക. പക്ഷേ കാലം, നാലുകെട്ട്, അസുരവിത്ത്, രണ്ടാമൂഴം, പാതിരാവും പകൽ വെളിച്ചവും, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയെടുത്തി, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത എഴുത്തുകൾ, ഇനി ആർക്കും ഒരുപക്ഷെ കൈവയ്ക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള എഴുത്തുകൾ, അതൊക്കെ ഓരോ അദ്ദേഹത്തെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിലൂടെ ഒരുപക്ഷെ ഈ നിമിഷം കടന്നു പോകുന്നുണ്ടാകണം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൊതുദർശന ചടങ്ങുകൾ, ഔദ്യോഗികമായിട്ടുള്ള പൊതുദർശനം വേണ്ട എന്ന് നേരത്തെ തന്നെ MT തൻ്റെ അടുത്ത ആളുകളോട്, അശ്വതി അടക്കമുള്ള, സിത്താര അടക്കമുള്ള ആളുകളോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള പൊതുദർശനമില്ല. പക്ഷേ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം യാത്രയാകുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഓരോ മലയാളികൾക്കും അർഹതയുണ്ട്, അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും അവരെത്തിച്ചേരുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടി വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അത് വൈകിട്ട് 4 മണി വരെ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ മുഖ്യമന്ത്രി എത്തിച്ചേരുക 8 മണിയോട് കൂടി എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഇപ്പോൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 8 മണിക്ക് മുഖ്യമന്ത്രി എത്തും, പ്രതിപക്ഷ നേതാവെത്തും, നടൻ മമ്മൂട്ടി എത്തിയേക്കുമെന്ന് അറിയിക്കുന്നു, മന്ത്രിമാരെത്തും. അങ്ങനെ സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ മേഖലകളിലെ പ്രമുഖർ, ഒപ്പം സാധാരണക്കാരായിട്ടുള്ള MTയുടെ എഴുത്തുകളെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 4 മണി വരെയായിരിക്കും ഈ വസതിയിൽ പൊതുദർശനം ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനു മുൻപായി പരമാവധി ആളുകൾക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാകും. 4 മണിക്ക് ഈ വസതിയിൽ നിന്ന് മൃതദേഹം ഇറക്കുകയും വിലാപയാത്രയായി ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറമുള്ള മാവൂർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഈ അക്ഷരങ്ങളുടെ നാട് അദ്ദേഹത്തിന് വിട നൽകും. അപ്പോൾ അതുവരെ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാകും. എന്തായാലും പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആളുകൾ നേരം പുലർന്നു വരുന്നേയുള്ളൂ, ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രശസ്തരായ ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ ഈ വസതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരന്, ഈ എഴുത്തുകാരന് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, നിഖിൽ പ്രമേശാണ് ഇപ്പോൾ MTയുടെ വസതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 5 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. 4 മണിവരെ മൃതദേഹം വീട്ടിലുണ്ടാകും. പൊതുദർശനം, അത് വലിയൊരിടത്ത് പൊതുദർശനം വേണ്ട എന്നുള്ള തീരുമാനം MTയുടെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് അത് ഒഴിവാക്കുന്നത്. ഇപ്പോൾ നിഖിൽ അറിയിച്ചതനുസരിച്ചെങ്കിൽ രാവിലെ 8 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. മോഹൻലാൽ MTയുടെ വസതിയിലെത്തി മടങ്ങിയിരിക്കുന്നു. വികാര നിർഭരമായി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് MTയോടുള്ള അടുപ്പം അതെത്ര വലുതായിരുന്നു, എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതിവൈകാരികമായി തന്നെ അവരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. MTയുടെ എഴുത്ത്, MTയുടെ രചന, അതിൻ്റെ കഥാപാത്രങ്ങൾ, അതൊക്കെ അഭ്രപാളിയിൽ അനശ്വരമാക്കിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ. അപ്പോൾ അവരൊക്കെ വൈകാരികമായി തന്നെയാണ് MTയെ ഓർത്തെടുക്കുന്നത്. MT തന്നെ എഴുതിയ പോലെയാണെങ്കിൽ മരണവുമായി സന്ധി പറഞ്ഞ
ഇടവേള മാത്രമാണല്ലോ ജീവിതമെന്നാണ് എം ഡി തന്നെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ ഇടവേള അവസാനിക്കുകയാണ്, എം ഡി മടങ്ങുകയാണ്. വിപിൻ സി വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അങ്ങനെ നമ്മളെത്ര പറഞ്ഞാലും മലയാള സാഹിത്യവുമായി ബന്ധപ്പെടുത്തി എം ജിയുടെ കഥകളെക്കുറിച്ച്, എം ജിയുടെ നോവലുകളെക്കുറിച്ച് ഒന്നും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മലയാള സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയാണ്. എം ജിയുടെ ചെറുകഥകൾ, എം ജിയുടെ നോവലുകൾ വളരെ നല്ല ഒന്നാന്തരം എന്ന് വിളിക്കാവുന്ന നല്ല ഭാഷ അത് കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ സാഹിത്യ പ്രസ്ഥാനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട ആ നിലയ്ക്ക് കൂടി പരിഗണിക്കപ്പെടുന്ന സാഹിത്യ സൃഷ്ടികളുടെ ഒക്കെ രചയിതാവ് കൂടിയാണ് എം ജി എന്ന് പറയുന്നത്. അങ്ങനെ ഈ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തി എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല, മറിച്ച് എം ജിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായി മാറുകയാണല്ലോ ഈ വിയോഗം ഉണ്ടാകുമ്പോൾ. വിപിൻ, അതെ ഉന്മേഷ്, അനുകരിക്കാൻ കഴിയാത്തൊരു പ്രതിഭ എന്നൊക്കെ നമുക്ക് ഒരു സംശയവുമില്ലാതെ വിളിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ശൈലിയായാലും അത് മറ്റൊന്നിനേക്ക് നമുക്ക് പകരം വയ്ക്കാൻ പറ്റില്ല. മറ്റൊരാൾ ആ രീതിക്ക് ആരാണ് എഴുതാനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ളൊരു എഴുത്തിൻ്റെ സ്രഷ്ടാവ് ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് ഏറ്റവും നിസ്സംശയമായി തന്നെ നമുക്ക് മറുപടി പറയാം. ഇപ്പോൾ ഉന്മേഷ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ സാദരം എന്ന എം ടി എന്നുള്ളൊരു പരിപാടി ഈ എം ടിയുടെ നവതിയുമായി ബന്ധപ്പെട്ട തുഞ്ചൻപറമ്പിൽ നടന്നിരുന്നു. പതിറ്റാണ്ടുകളായി തുഞ്ചൻപറമ്പിൻ്റെ രക്ഷാധികാരി കൂടിയാണ് എം ടി വാസുദേവൻ നായർ. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാദരം എം ടി എന്നുള്ള പരിപാടിയിൽ മമ്മൂട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തപ്പോൾ മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്ക് കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും ഞാൻ എം ടിയുടെ കാൽക്കൽ വെക്കുന്നുവെന്ന്. അപ്പോൾ എത്രത്തോളം ആ ഒരു ആദരവുണ്ടായിരുന്നു എം ടിയോട്, മമ്മൂട്ടി എന്നുള്ള മനുഷ്യന് എന്നുള്ളതൊക്കെ നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെ ഓരോ ചടങ്ങിലും ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ എം ടിയുടെ ഒരു കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ മോഹൻലാൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ ഒരു നാടകം ചെയ്തിട്ടുണ്ട്, ആ നാടകം ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊരു അഭിപ്രായം തന്നോട് പറഞ്ഞില്ലല്ലോ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എം ടി പറയാൻ വേണ്ടി മോഹൻലാൽ കാത്തിരിക്കുകയാണ്, എം ടി ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് കേൾക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിന് കിട്ടിയ ഓരോ അംഗീകാരങ്ങൾ, അനുമോദനങ്ങൾ, പക്ഷേ അതിനൊക്കെ അപ്പുറം എം ടി ചിന്തിച്ചിരുന്നു. അതിനപ്പുറം എം ടി പക്ഷേ അതിലൊന്നും തന്നെ ഒരു പരിണമിച്ച് നടന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ആ സമയത്തൊക്കെ തന്നെ പറഞ്ഞിരുന്നത്, ഇത്രയും കാലം എഴുതാൻ തനിക്ക് അനുവാദം തന്ന കാലത്തിന് നന്ദി, അല്ലെങ്കിൽ ഇത്രയും കാലം താൻ ജീവിച്ചല്ലോ, ഇനിയും എന്തൊക്കെയോ ചെയ്യണമെന്ന് നിഗൂഢമായെങ്കിലും ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അതുവരെയും ഇവിടെ എത്തിച്ച കാലത്തിന് നന്ദി എന്നുള്ള ഒരു വാക്കായിരുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ എം ടിയുടെ ഒരു ഏത് അഭിമുഖം എടുത്താലൊക്കെ നമുക്ക് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് വായന മുടങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ലോക സാഹിത്യങ്ങൾ തന്നെ വളരെയേറെ വായിച്ചിരുന്നു. ഒരു ദിവസം തന്നെ അദ്ദേഹം 200-300 പേജുകൾ വായിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴേക്കും അതിന് സാധിക്കാതെ വന്നു എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒരു 25-50 പേജുകൾ മാത്രമേ തനിക്ക് വായിക്കാൻ കഴിയുന്നുള്ളൂ, കൂടുതൽ വായന നടക്കുന്നില്ല എന്ന്. അപ്പോൾ ആ എഴുതുന്നു, ആ പ്രതിഭ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ളതിന് ഉപരിയായി നല്ലൊരു വായനക്കാരനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വായിച്ചതിന് ശേഷമാണ്, അറിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ലോക സാഹിത്യത്തെ ഓരോ സ്ഥലങ്ങളെയും അടയാളപ്പെടുത്തി സ്വയം തിരിച്ചറിഞ്ഞ ശേഷമാണ് അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്തേക്ക് കടന്നിട്ടുള്ളത്. ആ എഴുത്തിലൂടെ അദ്ദേഹം നൽകിയ ഓരോന്നും അദ്ദേഹം വായിച്ച് സമ്പാദിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ സ്പാനിഷിൽ ഇറങ്ങിയതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ ഇറങ്ങിയ കൃതി ആയിക്കൊള്ളട്ടെ, അതിൻ്റെ വിവർത്തനങ്ങൾ വരുത്തി അത് വായിക്കാൻ ഏറ്റവും അവസാന കാലത്തിലടക്കം അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ NE സുധീർ അടക്കമുള്ളവരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കഥ രൂപപ്പെട്ടിരുന്നു, അദ്ദേഹം അത് എഴുതുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു ഈ അവസാന ഒരു സമയത്തൊക്കെ. പക്ഷേ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്ന ഒരു രീതി എം ടിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് സാധിക്കാതെ വന്നു. സ്വയം എഴുതുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നത്, പക്ഷെ അതിന് കഴിയാതെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മനസ്സ് ഒട്ടും ശൂന്യമായിട്ടല്ല പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അതിലൊരുപാട് കഥകളുടെ ഒരു ഭാണ്ഡക്കെട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് നഷ്ടമാകുന്നത് ഓരോ മലയാളിക്കുമാണ്, ഓരോ സ്ഥലത്തുമുള്ള മലയാളിക്കാണ്. നമുക്കെല്ലാവർക്കും ഈ സിത്താരയിലേക്ക് എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ രണ്ടക്ഷരം ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന മലയാളിക്കും ഒരേ വികാരം ഉണ്ടാക്കുന്നു എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. അത്
സിനിമ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ കുറച്ചുകൂടിയൊക്കെ ജനകീയമാക്കി എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം MT എഴുതിയ ഓരോ വരികളും എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കഥാപാത്രങ്ങൾ പറഞ്ഞിരുന്ന ഇപ്പോൾ സതയം സിനിമയൊക്കെ ഈ 2024 എത്രയേറെ ചർച്ച ചെയ്യുന്നു നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ ക്ലൈമാക്സ് അങ്ങനെ വേണമായിരുന്നോ, അത് വേണ്ടയോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സത്യനാഥൻ അത് അങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ഈ 2024 പുതിയ തലമുറയും ചർച്ച ചെയ്യുകയാണ്, അതിനെക്കുറിച്ച് പഠന വിധേയമാക്കുകയാണ്. ഇപ്പോൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ MT പോയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഉപയോഗിച്ച ഒരു ക്ലൈമാക്സ് ഇപ്പോൾ എന്ന സ്വന്തം ജാനകിക്കുട്ടി അതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ MT ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നൊക്കെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം അതൊക്കെ വായനക്കാരിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതിന് ഉപരിയായി അതിനെക്കുറിച്ച് വീണ്ടും വിശകലനം ചെയ്യുകയോ അപ്പോൾ അത് അങ്ങനെ എഴുതി എന്നുള്ള വളരെ ലാഘവത്തോടെയുള്ള ഉത്തരത്തിനപ്പുറം ഒരു ഒരു മഹാകൃതിയുടെ സ്രഷ്ടാവ്, ഒരു തിരക്കഥയുടെ സ്രഷ്ടാവ്, ഒരു ദേശീയ പുരസ്കാരം കിട്ടിയതിൻ്റെ ഒരു സ്രഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സംസാരിക്കുന്നതോ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതോ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതൊക്കെ ആ എഴുത്തിലുണ്ട്. അതിൽ നിന്ന് വായിക്കേണ്ടവർക്കെല്ലാം അത് വായിച്ചെടുക്കാം എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകതയായി നിന്നിട്ടുള്ളത്. ഇപ്പോൾ 80കളുടെ ആ ഒരു കാലമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം. ആ സെറ്റിൽ തുടങ്ങി അതിൽ നിന്ന് ആ സുരവിത്തിലേക്ക് എത്തുന്നു. ആ ഒരു സമയത്തൊക്കെയാണ് ഈ നായർ തറവാടുകളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പ്രകൃതി, അവിടുത്തെ ഓരോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കെട്ടുപിണക്കങ്ങൾ, അതിൻ്റെ ശോഷണങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൂടുതലായിട്ട് പിന്നീട് വാരണാസിയിലേക്കൊക്കെ എത്തുമ്പോഴൊക്കെയാണ് കുറച്ചുകൂടി യാത്രാനുഭവങ്ങൾ, പിന്നീട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പ്രശ്നങ്ങളിലേക്ക് കൂടി MTയുടെ ഒരു ശ്രദ്ധ, MTയുടെ ഒരു എഴുത്തിൻ്റെ രീതി മാറുന്നത് ഒരു പക്ഷേ ഒരു 75 കാലഘട്ടത്തിന് ശേഷമായിരിക്കും. ആ സമയമാകുമ്പോഴേക്കും ആ മിഡിൽ ക്ലാസ് പ്രശ്നങ്ങൾ, ഇപ്പോൾ മഞ്ഞടക്കമുള്ള അത്തരമുള്ള ഓരോ നോവലുകളിലും കാത്തിരിപ്പ് ഇപ്പോഴും നമുക്ക് പറയുന്നത് മഞ്ഞാണ്. കാരണം അതിലെ വരും വരാതിരിക്കില്ല എന്നൊരൊറ്റ വരിയിൽ എത്ര മനോഹരമായാണ് ഒരു കാത്തിരിപ്പിൻ്റെ മലയാളിയുടെ എവിടെയുള്ള മലയാളിക്കും കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞിലെ ആ ഒരൊറ്റ വരിയിലാണ് നമ്മളെല്ലാം അവസാനിപ്പിക്കുക. വരും വരാതിരിക്കില്ല എന്നുള്ളതാണ്. അതിലെ ശക്തമായിട്ടുള്ള വിമല എന്ന കഥാപാത്രത്തെ ഈ നിമിഷത്തിൽ ഓർമ്മിക്കുന്നു. അങ്ങനെ എണ്ണമറ്റ ഓരോ സ്ഥലത്തുമുള്ള കഥാപാത്രങ്ങൾ നമുക്കിപ്പോൾ പറഞ്ഞു കാലത്തിലൊക്കെ പറയുന്നുണ്ട്, വാസുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നൊരു വരി പറയുന്നുണ്ട്. അപ്പോൾ കാമുകിയോട് പറയുമ്പോൾ വാസുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ള ഒരൊറ്റ വരിയിൽ MT വാസുദേവൻ നായർ ഒരാളുടെ ക്യാരക്ടർ വരച്ചിടുകയാണ്. അതൊരൊറ്റ വരിയിലാണ്. അതിൽ ഒരു പാരഗ്രാഫിലോ ഒരു പുസ്തകത്തിൻ്റെ പകുതിയോ ഒന്നും പറയുന്നതല്ല, ഒരൊറ്റ വരിയിൽ വാസുവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ളതിൽ അത് ചേർത്ത് വയ്ക്കുന്നു. ഇത്തരം അക്ഷരങ്ങൾ കൊണ്ടുള്ള മാന്ത്രികത നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതേക്കുറിച്ച് പറഞ്ഞാലും വാചാരാവാൻ ഇപ്പോൾ MTയെക്കുറിച്ച് ഏതൊരു മലയാളിക്കും ഒരു 10 മിനിറ്റ് സംസാരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ എഴുത്തിനെ എത്രയും ജനകീയമാക്കി ഇന്ന് അത്രത്തോളം എഴുത്തുകളെ വായിക്കുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം. പക്ഷേ അന്നത്തെ കാലത്ത് അത്രയും വായിക്കാനുണ്ടാക്കിയ ഒരു കാരണം, അത്രയും വായന ഉണ്ടാവണം, അല്ലെങ്കിൽ അതിലേക്ക് ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ സ്വയം എത്തിക്കുകയാണ്. ഓരോ വായിക്കുന്ന ഓരോ ആളുകളെയും തൻ്റെ കൃതിയിലേക്ക് അടുപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് MT വാസുദേവൻ നായർ എന്നുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. തിരഞ്ഞുപോയി നമ്മൾ പിടിച്ച് വായിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണെങ്കിൽ നമ്മൾ സിനിമ കണ്ടിരുന്നു. അതെന്തുകൊണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം അതിലെഴുതിയിരുന്ന MT എന്നുള്ള 2 അക്ഷരം തന്നെയാണ്. അപ്പോൾ ഈ 91-ാം വയസ്സിൽ അദ്ദേഹം നിർവൃതിയോടെ തന്നെയാണ് മടങ്ങുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു വിവാദത്തിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയതുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് പറഞ്ഞിട്ടോ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളിലേക്കും പോയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളെ മലയാളി സ്നേഹിച്ചു, ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ചിട്ടുണ്ട് മനസ്സിലെങ്കിലും ഓരോ കേരളീയനും. അത് ഇന്നുകൂടി തുടരുകയാണ്. അനശ്വരങ്ങളായി ഇനി അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടുള്ള അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാകും. അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടും. അദ്ദേഹം ഇപ്പോൾ നമ്മൾ പത്മരാജനെയൊക്കെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം MTയൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ വടക്കം വീരഗാഥയും വൈശാലിയും പരിണയമൊക്കെ എഴുതുമ്പോൾ, കാരണം പരിണയമൊക്കെ എഴുതുന്ന ഒരു സമയത്ത് അതിൽ സ്മാർത്ത വിചാരത്തെക്കുറിച്ച് അന്നുണ്ടായിരുന്ന ഒരു കാര്യത്തെ വീണ്ടും അദ്ദേഹം അഭ്രപാളിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനൊക്കെ ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ആ അഭ്രപാളിയിലേക്ക് എത്തിച്ചു. അത് ശക്തമായിട്ടുള്ള ഭാഷ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതൊരു നൈർമല്യമായിട്ട് ഉപയോഗിക്കുകയായിരുന്നില്ല.
കൃത്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഭാഷ, അതിൻ്റെ രാഷ്ട്രീയം അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് MTയുടെ ഓരോ എഴുത്തുകളും ഉണ്ടായിരുന്നത്. അത് വേണ്ടതുപോലെ എന്നുള്ളത് ആ അളവ് കൃത്യമായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് ഇപ്പോഴും എടുത്തു പറയാവുന്നത്. അപ്പോൾ സിത്താരയിൽ നിന്ന് MT വാസുദേവൻ നായർ വളരെ നിർവൃതിയോടുകൂടി തന്നെ മടങ്ങുന്നു എന്നുള്ളത് നമുക്ക് പറയാം. അദ്ദേഹത്തിന് ഈ കോഴിക്കോടുമായിട്ടുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നിർമ്മാല്യം അടക്കം എഴുതിയത് ഇവിടുത്തെ ഒരു ലോഡ്ജിൽ ഇരുന്നിട്ടാണ്. ഇപ്പോൾ അരവിന്ദൻ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അരവിന്ദൻ, അത്തരത്തിൽ തിക്കോടിയൻ, ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഈ ഗ്യാങ് ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മിഠായി തെരുവിലൊക്കെ അവർക്കൊരു സങ്കേതം ഉണ്ടായിരുന്നു. ഈ സങ്കേതത്തിലാണ് അവരൊക്കെ ഒത്തുചേർന്നിരുന്നത്. അതിൽ പലതിലും MT ഉണ്ടായിരുന്നു, എന്നാൽ MT ഇല്ലാത്തതും ഉണ്ടായിരുന്നു. ഇവർക്കൊരു ഒരു പാട്ട് സമിതി പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും MT വാസുദേവൻ നായർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാറി നിൽക്കും. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പേര് പോലെ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു. ഒരു ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിലും തനിച്ചിരിക്കാൻ MTക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതിലും നിശബ്ദനായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എത്ര പാട്ടും കാര്യങ്ങളൊക്കെ ചുറ്റും നടക്കുമ്പോഴും അദ്ദേഹം അതിൽ നിന്ന് മാറി അദ്ദേഹം എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ അത് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു, ഇപ്പോൾ രാമദാസ് വൈദ്യരുടെ ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ, അവിടെയൊക്കെ അദ്ദേഹം വരികയും അവരൊക്കെ ഒരുമിച്ചിരുന്നിട്ടായിരുന്നു എഴുത്തും അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലായാലും എഴുത്തിലായാലും വളരെ എടുത്തു പറയാവുന്ന ഒരുപാട് കൃതികൾ പിറന്ന സ്ഥലമാണ് കോഴിക്കോട്. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നഗരമാക്കി ഈ കോഴിക്കോടിനെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിത്താരയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കിടത്തിയിരിക്കുന്നു. നിരവധി ആളുകൾ ഇതാ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഉന്മേഷ്.